നമസ്കാരം. ഒന്നാം വട്ടവും രണ്ടാം വട്ടവും കേരളം ഭരിച്ചു പിണറായി വിജയൻ. മൂന്നാം വട്ടത്തെ ഭരണം കയ്യിലൊതുങ്ങാൻ പോകുന്ന സമയത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കള്ളത്തരങ്ങൾ, മോഷണത്തരങ്ങൾ വെളിച്ചത്ത് വന്നത്. പിന്നീട് തുടർച്ചയായി അടിക്കടി പ്രഹരങ്ങളായിരുന്നു സർക്കാരിനും പാർട്ടിക്കും. അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക. ഒരു കള്ളം പലതവണ 100 പേർ ആവർത്തിച്ചു പറഞ്ഞാൽ ഒരാളെങ്കിലും വിശ്വസിക്കും. ആ ഒരു രീതിയാണ് ഇപ്പോൾ CPM അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ്സുകളുടെ എല്ലാം വശങ്ങളിൽ കള്ളത്തരങ്ങൾ എഴുതി പിടിപ്പിച്ചുകൊണ്ട് വർഗീയതയില്ലാത്ത 10 വർഷങ്ങൾ, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, സ്ത്രീ സുരക്ഷയുടെ 10 വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വാചകങ്ങളും പിണറായി വിജയൻ്റെ പടവുമാണ് എല്ലാ ബസ്സുകളുടെയും 3 വശങ്ങളിലും പതിച്ചിരിക്കുന്നത്. PR വർക്കിൻ്റെ ഭാഗമായി PR ഉപദേശകരുടെ നിർദ്ദേശപ്രകാരം പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മോഹൻലാൽ, മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖം. ഒന്ന് ഓർത്തു നോക്കൂ. 2016 പിണറായി വിജയൻ അധികാരമേറ്റെടുത്തതിന് ശേഷം കാണിച്ചു കൂട്ടാത്ത അഴിമതികളില്ല. സ്പ്രിംഗ്ലറും സ്വർണ്ണക്കടത്തും ഒക്കെ ഉണ്ടായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അതിനുശേഷം 2021 നടന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ പിണറായി വിജയനും കുടുംബവുമായി ഒരു അഭിമുഖം നടത്തി ക്ലിഫ് ഹൗസിൽ വെച്ച്. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ചെറുമകനുമായിരുന്നു ആ അഭിമുഖത്തിൽ പങ്കെടുത്തത്. ആ അഭിമുഖം കാണുന്ന ആർക്കും തോന്നും, ദൈവമേ, ഇത്രയും നന്മയുള്ള, ഇത്രയും പളുങ്കുപോലെയുള്ള ഒരു മനുഷ്യനെയാണോ ഞങ്ങൾ തെറ്റിദ്ധരിച്ചത് എന്ന്. വോട്ടില്ലാത്തവൻ വിലക്കെങ്കിലും വോട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. ആ ഒരു അവസ്ഥയിലേക്ക് സിന്ധുകുമാർ അന്ന് ആ ഇൻ്റർവ്യൂവിനെ എത്തിച്ചു. ആ അഭിമുഖത്തിലാണ് പറയുന്നത്, വീണ ജോർജിനോട് ചോദിക്കുന്നു, 100 കോടിയിലൂടെ ആസ്തി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ 100 വരില്ല, ഒരു 50 വരുമായിരിക്കും എന്ന് പറഞ്ഞത്. അതായത് കണ്ണൂരിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച, കള്ളിച്ചത്ത് തൊഴിലാളി കുടുംബത്തിലൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കും. അതുകൊണ്ട് കർഷക കുടുംബം എന്ന് പറയാം. കർഷക കുടുംബത്തിൽ ജനിച്ച പിണറായി വിജയന് എങ്ങനെയാണ് 50 കോടിയുടെ ആസ്തി ഉണ്ടായത്? ഒരു MLA-യും മന്ത്രിയും മുഖ്യമന്ത്രിയുമായി ഇത്രയും കാലം ഇരുന്നാലും എങ്ങനെ ഇത്രയും ആസ്തി ഉണ്ടായി പിണറായി വിജയന്? അതൊക്കെ ചർച്ചാ വിഷയങ്ങളായെങ്കിലും അതൊന്നും വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു അഭിമുഖത്തിൻ്റെ പേരിലാണ് 2021 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് സിന്ധു സൂര്യകുമാർ നടത്തിയ ആ അഭിമുഖത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അഭിമുഖമായിരുന്നു അത്. അതേ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. മോഹൻലാൽ, മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാലിനെ കൊണ്ടുവന്ന് ക്ലിഫ് ഹൗസിലെത്തിച്ച് ഒരു അഭിമുഖം നടത്തുന്നു. അത് കമ്മികൾ പ്രചരിപ്പിക്കുന്നു. നമുക്കറിയാം, എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞ് തയ്യാറാക്കി വെച്ച് പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കിയ ഒരു അഭിമുഖമായിരുന്നു അത്. എന്തൊക്കെ ചോദിക്കണം, ഏതൊക്കെ രീതിയിലുള്ള ഉത്തരം പറയണം, ഏതൊക്കെ ഭാവം മുഖത്ത് വരണം, ഇതൊക്കെ പിണറായി വിജയന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചത്. ആ അഭിമുഖം പക്ഷേ യഥാർത്ഥത്തിൽ ഈ അന്തം കമ്മികൾക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു എങ്കിലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. പുച്ഛം, പരമപുച്ഛം. മോഹൻലാലിനോട് തോന്നുന്നത് അത് തന്നെയാണ്. മോഹൻലാലിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ആളുകൾക്ക്. പക്ഷേ എന്താണ്, ഇതുപോലൊരു അഭിമുഖം ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരാളായിരുന്നു. കാരണം മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന, പിണറായി വിജയനെ വെറുക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. 10 വർഷത്തെ ഈ ഭരണം കേരളത്തെ എത്രമാത്രം പിന്നോട്ടടിച്ചു. കടത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെ അഗാധ ഗർത്തത്തിലെത്തിച്ചു. സർവ്വ മേഖലകളും തകർത്തെറിഞ്ഞു. പൊതുജനങ്ങളെ വെറും 4ാം കിട പൗരന്മാരായി കണ്ടു തുടങ്ങിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. മുഖ്യമന്ത്രി റോഡിൽ കൂടി പോകുമ്പോൾ പോലും മണിക്കൂറുകളോളം സാധാരണക്കാർ വണ്ടിയും ഒതുക്കിയിട്ട് അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതിനു മുമ്പും ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. EMS-ഉം EK നായനാരും AK ആന്റണിയും അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അന്നൊന്നും ഈ ഒരു പ്രശ്നമില്ല. പക്ഷെ പിണറായി വിജയന് മാത്രമാണ് പ്രശ്നം. എന്തിനാണത്? അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ എന്തിനാണ് നമുക്ക്? അങ്ങനെയുള്ള ഒരു ഭരണം എന്തിനാണ് നമുക്ക്? അപ്പോൾ മോഹൻലാലിൻ്റെ അഭിമുഖം ഒരു ചെറിയ സ്വാധീനമൊന്നുമല്ല ചെലുത്തിയത് എന്ന് കമ്മികൾ കരുതുന്നു എങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നത് പരമപുച്ഛമാണ്. ഇതുപോലെ ഒരു അഭിമുഖം MM മണിയുമായി ഉണ്ടായിരുന്നു. നമുക്കറിയാം, MM മണിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. കാരണം നിയന്ത്രണം വിട്ട് പലതും പറയേണ്ടി വരും. അതുകൊണ്ട് MM മണിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. MM മണിയുമായിട്ടുള്ള ഒരു അഭിമുഖം നടത്തി അതിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് റീൽസായി പ്രചരിപ്പിച്ചിരുന്നു.
ആ അഭിമുഖം കാണുന്ന ആർക്കും തോന്നും, ആ റീൽസ് കാണുന്ന ആർക്കും തോന്നും, എൻ്റെ ദൈവമേ ഈ മനുഷ്യൻ ഇത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണോ എന്ന് തോന്നിപ്പോകും. ഈ അവതാരകൻ എം മണിയോട് ചോദിക്കുന്നു എങ്ങനെയാണ് പൈസയുടെ കാര്യം, സാമ്പത്തികമൊക്കെ എങ്ങനെയാണെന്നോ മറ്റോ ചോദിക്കുമ്പോൾ പറയുന്നത് അവിടുന്ന് മന്ത്രിയുടെ നിലയിൽ കുറച്ച് പൈസ കിട്ടും, അത് ഞാനിപ്പോൾ അത് ചിലപ്പോൾ ഊണ് കഴിക്കാൻ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണും, അവരുടെ എല്ലാം പണം ഞാൻ കൊടുക്കും. പിന്നെ ഈ ഉടുപ്പും പേനയും ബാഗും ഒക്കെ വാങ്ങിച്ചു തരുന്നത് സഖാക്കളും മക്കളും ഒക്കെയാണ്. എന്തൊരു പഞ്ചപാവം. 22 ടയർ മാറിയതാണ്, 22 തവണ പുതിയ ടയർ എടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ. ആ മഹാനാണ് ഈ പറയുന്നത്. എം മണിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വായ തുറന്നാൽ വിഡ്ഢിത്തരവും ഭീഷണിയും അസഭ്യവും മാത്രം, വൃത്തികേടുകൾ മാത്രം വിളമ്പുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് എം മണി. ഇത്രയും വൃത്തികേടുകൾ പറയുന്ന, ഇത്രയും ഒരു ജനങ്ങളെ ആകട്ടെ, നേതാക്കളെ ആകട്ടെ, സഹപ്രവർത്തകരെ ആകട്ടെ ഇത്രയധികം അവഹേളിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലില്ല. ആ എം മണിയെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടും ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ഇപ്പോൾ PR ഏജൻസിയുടെ ഒരു ഉപദേശപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ മുങ്ങിച്ചാകാൻ പോകുന്നവന് കച്ചിത്തുരുമ്പ് കിട്ടിയാലും അവൻ അതിൽ കയറി പിടിക്കും. അതാണിപ്പോൾ പിണറായി വിജയനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ എങ്ങനെ ജീവിക്കും ഈ കേരളത്തിൽ? ഇപ്പോൾ തന്നെ വീണ ജോർജിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. വീണ ജോർജ് ഈ പ്രതിഷേധക്കാർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ഈ ദൃശ്യങ്ങൾ ഇത്രയും ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഇവർ കാണിക്കുന്ന, അതായത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇവർ കാണിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇവർക്ക് തിരിച്ചടിക്കുകയാണ്. അതായത് ഒരാൾ ഒരു വെടിവെച്ചാൽ, കഷ്ടകാലം വന്നവൻ വെടിവെച്ചാൽ ആ ഉണ്ട കറങ്ങി തിരിഞ്ഞ് അവൻ്റെ ആസനത്തിൽ തന്നെ തറയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെയാണ് ഇപ്പോൾ CPM-ൻ്റെ അവസ്ഥ. അതായത് വീണ ജോർജിൻ്റെ 7 അയലത്ത് പോലും ഈ KSUക്കാർ എത്തിയിട്ടില്ലെന്നും അവരെ ആക്രമിച്ചിട്ടില്ലെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. ദൃശ്യങ്ങളടക്കമുണ്ടായിട്ട്. അപ്പോൾ ദൃശ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചല്ലോ, ആ സംഭവം പോലെ ആയിപ്പോയി. അതിൽ നാണം കെട്ടു. കോടതി അവസാനം എഴുതി തള്ളി. പോലീസ് ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ്. അവർക്ക് സമ്പാദിക്കാൻ വേണ്ടി തന്നെയാണ് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയാൽ പോരെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലിയോ കച്ചവടമോ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം എടുത്ത് സാധാരണക്കാരന് കൊടുത്താൽ പോരെ. അല്ല, അവർക്ക് അധികാരവും പണവും വേണം. അതിനുവേണ്ടിയാണ് എല്ലാവരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ഈ പൊതുപ്രവർത്തനം എന്ന് ഓമന പേരിട്ട് വിളിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി, CPM-ൻ്റെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അത് തന്നെയാണ് അവരുടെയൊക്കെ അവസ്ഥ. പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരും തന്നെയാണ്. പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള 1-2 പേരെ മാറ്റി നിർത്തിയാൽ, കുമ്മനം രാജശേഖരനെ പോലെയോ അങ്ങനെയുള്ള 1-2 പേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാവരും അഴിമതിക്കാരാണ്. അവരെന്തൊക്കെ ചെയ്യണമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിലേക്ക് വന്നതും പാർട്ടിയിൽ നിൽക്കുന്നതുമൊക്കെ. പക്ഷേ അതുപോലെയല്ല പിണറായി വിജയൻ്റെ സർക്കാർ. 2016 അധികാരമേറ്റത് മുതൽ 2026 ഫെബ്രുവരിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ പിണറായി വിജയൻ്റെ സർക്കാർ കാണിച്ചിട്ടുള്ള അഴിമതികൾ ചില്ലറയൊന്നുമല്ല. മൊബിലിറ്റി, പമ്പ മണൽക്കടത്ത്, സ്പ്രിംഗ്ലർ, അങ്ങനെ എത്ര അഴിമതികളാണ്. അത് ചിലതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, ചിലതൊക്കെ നടപ്പിലാക്കിയെന്ന് പറഞ്ഞാൽ അത് വിജയകരമായി നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ കേരയിൽ എന്ന് പറഞ്ഞ് എത്ര പാവപ്പെട്ടവരുടെ വീടുകളിൽ കടന്നു കയറി അവിടെ മഞ്ഞ കുറ്റിയടിച്ചു, എത്ര പേർക്കെതിരെ കേസെടുത്തു, എത്ര പേർക്ക് കിടപ്പാടമില്ലാതായി. എന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടായോ? ഇതൊക്കെ കാണുമ്പോൾ പിണറായി വിജയന് ചിരിയാണ്. കാരണം മറ്റുള്ളവരുടെ വേദന കണ്ട് ചിരിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അന്ന് കേരളിൻ്റെ കാര്യത്തിലൊക്കെ പോയത്. ആ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ തല്ലിച്ചതച്ചു. ആശാ വർക്കർമാർ 3 മാസങ്ങൾ അവിടെ രാവും പകലും മഴയും വെയിലുമേറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ടും അനങ്ങിയില്ല. മനസാക്ഷിയുള്ള ആർക്കെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നത്? CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാസങ്ങളോളം പുരുഷന്മാരും സ്ത്രീകളും സമരം നടത്തി, പെൺകുട്ടികളും സമരം നടത്തി. അവരേതെല്ലാം സമരരീതികൾ അവലംബിച്ചു. കല്ലുപ്പ് നിലത്തിട്ടിട്ട് മുട്ടുകുത്തി നിന്നു, ശവമഞ്ചത്തിൽ കിടന്നു, പ്രതീകാത്മകമായി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു, തലമുണ്ടനം ചെയ്തു. ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തു. എന്നിട്ട് പോലും പിണറായി വിജയൻ എന്ന മനുഷ്യത്വമില്ലാത്ത മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മോഹൻലാൽ പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തെക്കുറിച്ചാണ്.
എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ആ അഭിമുഖം സംപ്രേഷണം ചെയ്തു. അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ TV തല്ലി പൊട്ടിച്ചു പോകും. അതുകൊണ്ട് ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ റീൽസായിട്ട് വന്നതോ മറ്റോ ആണ് കണ്ടിട്ടില്ല. കാരണം നമ്മൾ എത്രയൊക്കെ അടക്കി പിടിച്ചാലും ഈ പച്ചക്കള്ളങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ, അതായത് മോഹൻലാലിനെ പോലെയുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ TV അല്ല എന്തും നമ്മൾ തല്ലിപ്പൊട്ടിച്ചു പോകും. ആ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാർക്ക്. അപ്പോൾ ഒരിക്കലും മോഹൻലാൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാമായിരുന്നു. പക്ഷേ മൂന്നാമതും അധികാരത്തിൽ വരാൻ, അത് ചിലപ്പോൾ അദ്ദേഹം പല പ്രലോഭനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണിക്കോ ഒക്കെ വഴങ്ങിയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. കേരളത്തിലെ പൊതുജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. മോഹൻലാലിനെ അല്ല, ഇനി ആരെയൊക്കെ കൊണ്ടുവന്ന് അഭിമുഖം നടത്തിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം പിണറായി വിജയൻ ആരാണെന്നും കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കേരളത്തെ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നും. അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയന്റെ ഭരണം പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ, ഇടതുപക്ഷം കേരളം ഭരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. മദ്യവും മയക്കുമരുന്നും ഒഴുകുകയാണ്. 10 മണി മുതൽ 12 മണി വരെ ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നു. കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. സ്ത്രീ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു. ശിശുപീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു. പോലീസിനെ പോലും നടറോഡിൽ തല്ലിച്ചതയ്ക്കുന്ന അവസ്ഥ, ആക്രമിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥ വന്നത് കേരളം അരാജകത്വത്തിലേക്ക് നീങ്ങിയത് കൊണ്ട് മാത്രമാണ്. അതിന് കാരണക്കാരനാകട്ടെ പിണറായി വിജയനും. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന ഈ ഒരു നേതാവും ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനവും ഇനി കേരളത്തിൽ വേണമോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ സാധാരണക്കാർ തന്നെയാണ്.